നമസ്കാരം. ഇസ്രായേലിന്റെ യുദ്ധക്കൊതി നെതന്യാഹുവിനെ കൊല്ലും. ഇസ്രായേലിനെ വകവരുത്തുവാൻ തീ തുപ്പുന്ന അസർബൈജാൻ. പാളിയ കുതന്ത്രങ്ങളും പശ്ചിമേഷ്യയിലെ പുതിയ ശക്തി സമവാക്യങ്ങളുമൊക്കെ യുദ്ധത്തിന് പുതിയ മുഖം നൽകുന്നു. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇറാന്റെ വടക്കൻ അതിർത്തി പങ്കിടുന്ന അസർബൈജാന്റെ പങ്കാണ്. വർഷങ്ങളായി ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത തന്ത്രപ്രധാന പങ്കാളിയായിട്ടുള്ള അസർബൈജാനെ മുൻനിർത്തി ഇറാന്റെ മൂക്കിന് താഴെ ഇസ്രായേൽ കെണിയൊരുക്കാൻ ശ്രമിച്ചുവെങ്കിലും ആ കുതന്ത്രങ്ങളെയെല്ലാം അതിവിദഗ്ധവും ധീരവുമായിട്ടുള്ള തന്ത്രങ്ങൾ കൊണ്ടാണ് ഇറാൻ തകിടം മറിച്ചത് എന്നതാണ്. മലയാളത്തിൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മൊഴിയുണ്ട്, ഒട്ടകത്തിന് ഇടം കൊടുത്താൽ എന്നതുപോലെ. തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ കൂടാരത്തിനുള്ളിലേക്ക് തലമാത്രം ഒന്ന് കടത്തിക്കോട്ടെ എന്ന് ചോദിച്ച ഒട്ടകത്തിന് ദയവ് തോന്നി സ്ഥലം കൊടുത്ത യജമാനെ ഒടുവിൽ കൂടാരത്തിന് പുറത്താക്കി ആ സ്ഥലം മുഴുവൻ ഒട്ടകം കൈക്കലാക്കിയ കഥയാണത്. അതായത് ചെറിയൊരു സഹായം ചോദിച്ചു വന്ന് ഒടുവിൽ വന്നു കയറിയ ഇടം മുഴുവനും സ്വന്തമാക്കുകയും നമുക്ക് തന്നെ വിനയായി മാറുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഈ മൊഴി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇന്ന് അസർബൈജാൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, ഇറാഖ്, സ്വമിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ അവസ്ഥ കൃത്യമായി ഈ പഴഞ്ചൊല്ലിനെ അന്വർത്ഥമാക്കുന്നതാണ്. ഇവിടെ ഒട്ടകത്തിന്റെ റോളിൽ എത്തിയത് മറ്റാരുമല്ല, ഇസ്രായേൽ തന്നെയാണ്. ആദ്യമൊക്കെ ചെറിയ സൗഹൃദങ്ങളുടെയും ബിസിനസ് പങ്കാളിത്തത്തിന്റെയും സുരക്ഷാ സഹായങ്ങളുടെയൊക്കെ പേര് പറഞ്ഞാണ് ഇസ്രായേൽ ഈ രാജ്യങ്ങളിലേക്ക് കടന്നുകൂടിയത്. എന്നാൽ ഇറാനുമായുള്ള യുദ്ധം മുറുകിയപ്പോൾ തങ്ങളെ വിശ്വസിച്ച് മണ്ണിലിടം നൽകിയ രാജ്യങ്ങളുടെ പരമാധികാരത്തെ പോലും വകവയ്ക്കാതെ അവരെയെല്ലാം ഇറാനെതിരായുള്ള യുദ്ധത്തിന്റെ രഹസ്യ താവളങ്ങളാക്കി മാറ്റുവാൻ ഇസ്രായേലിന് കഴിഞ്ഞു എന്നതാണ്. സ്വന്തം മണ്ണിലിരുന്ന ഇസ്രായേൽ സൈന്യവും മൊസാദും ഇറാന്റെ അതിർത്തികളെ ലക്ഷ്യം വെച്ച് ചാരപ്പണിയും ഡ്രോൺ ആക്രമണങ്ങളും നടത്തിയെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ഈ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിരോധത്തിലും കടുത്ത ആശങ്കയിലുമായിരിക്കുകയാണ്. അസർബൈജാൻ, ഇറാഖ്, UAE, സൊമാലിലാൻഡ് തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലായിട്ട് ഇസ്രായേൽ സൈനിക രഹസ്യാന്വേഷണ സാന്നിധ്യം സ്ഥാപിച്ചിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇറാൻ വർഷങ്ങളായി ഉന്നയിച്ചിരുന്ന വളയപ്പെടുത്തൽ ആരോപണങ്ങൾ, ആ ആരോപണങ്ങൾക്ക് പുതിയ മാനങ്ങൾ ലഭിക്കുകയാണ്. ഇറാന്റെ അതിർത്തികളിൽ നിന്ന് ഏതാനും മൈലുകൾ മാത്രം അകലെയായിട്ട് വിദേശ സൈനിക ശക്തികൾ പ്രവർത്തിക്കുന്ന സാഹചര്യം ഏതൊരു രാജ്യത്തിനും സുരക്ഷാ വെല്ലുവിളിയായി മാറുമെന്നത് നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങളെ പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഇറാന്റെ വടക്കൻ അതിർത്തി പങ്കിടുന്ന അസർബൈജാന്റെ പങ്കാണ്. വർഷങ്ങളായിട്ട് ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത തന്ത്രപ്രധാന പങ്കാളിയായിട്ടുള്ള അസർബൈജാനെ മുൻനിർത്തി ഇറാന്റെ മൂക്കിന് താഴെ ഇസ്രായേൽ കെണിയൊരുക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ആ കുതന്ത്രങ്ങളെല്ലാം അതിവിദഗ്ധവും ധീരവുമായിട്ടുള്ള തന്ത്രങ്ങൾ കൊണ്ട് ഇറാൻ തകിടം മറിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇസ്രായേലിന് ആവശ്യമായിട്ടുള്ള ഇന്ധനത്തിന്റെ സിംഹഭാഗവും നൽകി സഹായിക്കുന്ന അസർബൈജാന് പകരം ലഭിക്കുന്ന അത്യാധുനിക ഡ്രോണുകളും അയൺ ഡോം പോലുള്ള പ്രതിരോധ സാങ്കേതിക വിദ്യകളുമാണ് എന്നതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അടക്കം റിപ്പോർട്ട് ചെയ്തത്. ഇറാന്റെ കാഴ്ചപ്പാടിൽ കൂടുതൽ ആശങ്ക സൃഷ്ടിക്കുന്നത് അസർബൈജാനിലെ ജനസംഖ്യാ ഘടനയാണ്. ഇറാനിൽ കോടിക്കണക്കിന് അസറി വംശജർ ജീവിക്കുന്നുണ്ട്. വടക്കൻ ഇറാനിലെ പല പ്രവിശ്യകളിലും ഈ അസറി സമൂഹമാണ് ഭൂരിപക്ഷവും. അതിനാൽ അസർബൈജാൻ ഭൂമിയിൽ നിന്ന് ഇറാനെതിരായിട്ടുള്ള രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങളോ സൈനിക നടപടികളോ നടക്കുന്നു എന്ന ആരോപണം ഇറാൻ അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. മാത്രമല്ല, അത്തരമൊരു സാഹചര്യത്തിൽ ഇറാനെതിരായിട്ടുള്ള രഹസ്യാന്വേഷണ സൈനിക പ്രവർത്തനങ്ങൾക്ക് അസർബൈജാൻ മണ്ണ് ഉപയോഗിക്കപ്പെട്ടുവെന്ന ആരോപണങ്ങൾ ഉയരുമ്പോൾ അത് വെറുമൊരു രാജ്യത്തിന്റെ വിദേശ നയ തീരുമാനം മാത്രമല്ല, മറിച്ച് സ്വന്തം വംശീയവും ചരിത്രപരവുമായിട്ടുള്ള ബന്ധങ്ങളെപ്പോലും രാഷ്ട്രീയ താല്പര്യങ്ങളെക്കാട്ട് ബലിയർപ്പിക്കുന്ന നടപടിയായിട്ടാണ് പലരും വിലയിരുത്തുന്നത് എന്നതാണ്. ഇത് വെറുമൊരു അതിർത്തി സുരക്ഷയുടെ പ്രശ്നമല്ല, മറിച്ച് രാജ്യത്തിന്റെ ആഭ്യന്തര സ്ഥിരതയെയും അതിനെ ബാധിക്കാൻ പറ്റുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ്. അതേസമയം ഇപ്പോൾ സൊമാലിലാൻഡിലെ കഥയും സമാനമായിട്ടുള്ള രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ആരും അംഗീകരിക്കാത്ത സൊമാലിലാൻഡിനെ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ച ആദ്യ രാജ്യമായിട്ട് ഇസ്രായേൽ മാറിയത് വെറും നയതന്ത്ര നീക്കമല്ല, മറിച്ച് ഇറാന്റെ സമുദ്ര വ്യാപാര പാതകളെ തകർക്കുവാനുള്ള ഇസ്രായേൽ അജണ്ടയായിരുന്നു അത്. ചെങ്കടലിനും ഈ പറയുന്ന ബാബൽ മന്ദബ് കടലിടുക്കിനും ഒക്കെ സമീപമുള്ള ബർബറ തുറമുഖം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറാനിലേക്ക് ദീർഘദൂര വ്യോമാക്രമണം നടത്തുന്ന തങ്ങളുടെ യുദ്ധവിമാനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുവാനുള്ള ഒരു രഹസ്യ താവളമായിട്ടാണ് ഇസ്രായേൽ ഈ മേഖലയെ മാറ്റിയെടുത്തത് എന്നുള്ളതാണ്. ആഗോളതലത്തിൽ ഇറാന്റെ വർദ്ധിച്ചു വരുന്ന കപ്പൽ ഗതാഗത സ്വാധീനത്തെ നിരീക്ഷിക്കുവാനും നിയന്ത്രിക്കുവാനും ശത്രുക്കൾക്ക് അവർ ഇതിനെക്കുറിച്ച് കൊതിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ആഫ്രിക്കൻ കെണിയെയും ഇറാൻ അതിന്റെ അതിശക്തമായിട്ടുള്ള സമുദ്ര പ്രതിരോധം കൊണ്ട് പൊളിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സുമായിട്ടുള്ള ഇസ്രായേലിന്റെ അടുത്ത ബന്ധവും ഇതേ തന്ത്രത്തിന്റെ തുടർച്ചയായിട്ട് വിലയിരുത്തപ്പെടുകയാണ്. അബുദാബിയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം അത് ശക്തമായതോടുകൂടി ഗൾഫ് മേഖലയിലെ ശക്തി സമവാക്യം തന്നെ മാറി. ഇറാൻ ദീർഘകാലമായിട്ട് സ്വാധീനം ചെലുത്തിയിരുന്ന മേഖലയിലാണ് ഇപ്പോൾ ഇസ്രായേൽ കൂടുതൽ സജീവമാകുന്നത് എന്നുള്ളത്
ശ്രദ്ധേയമാണ്. അത് ശ്രദ്ധേയമായിട്ട് കാണേണ്ട വിഷയം കൂടിയാണ്. ഇറാഖിലെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോഴും ഇറാന്റെ തന്ത്രപരമായിട്ടുള്ള നീക്കങ്ങൾക്ക് മുന്നിൽ ഇസ്രായേൽ സ്വന്തം കുഴി തോണ്ടി അതിൽ തന്നെ വീഴുന്ന അവസ്ഥയാണ് കാണാൻ കഴിയുന്നത്. അമേരിക്കൻ അധിനിവേശത്തിന് ശേഷം ഇറാഖ് നിരവധി തർക്കങ്ങൾക്ക് വേദിയായെങ്കിലും ഇന്ന് അവിടുത്തെ മണ്ണിൽ ഇറാനുള്ള സ്വാധീനം എന്ന് പറയപ്പെടുന്ന അനിഷേധ്യമാണ്. ഇറാഖിലെ ശക്തമായിട്ടുള്ള ഷിയ ജനകീയ പ്രതിരോധ സേനകളും മിലീഷ്യകളും ഇറാനുമായിട്ട് അതീവ ദൃഢമായിട്ടുള്ള ആശയ സൈനിക ബന്ധം പുലർത്തുന്നവരാണ്. അപ്പോൾ അത്തരമൊരു ശക്തമായിട്ടുള്ള ഇസ്ലാമിക പ്രതിരോധ ശൃംഖല നിലനിൽക്കുന്ന ഇറാഖി മണ്ണിലേക്ക് ഈ ലോജിസ്റ്റിക് പിന്തുണയുടെയും തിരച്ചിൽ രക്ഷാ പ്രവർത്തനങ്ങളുടെയും പേര് പറഞ്ഞ് 2 രഹസ്യ താവളങ്ങളുമായി കടന്നു കയറുവാൻ ശ്രമിച്ച ഇസ്രായേലിന്റെ നീക്കം അങ്ങേയറ്റം മൂഢത്വമേറിയതായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇറാന്റെ വിശ്വസ്തരായിട്ടുള്ള മിലീഷ്യകളുടെ മൂക്കിന് താഴെ വന്ന് ഒളിച്ചിരുന്ന് കള്ളക്കളി നടത്താമെന്ന ഇസ്രായേലിന്റെ അത്യാഗ്രഹം അവർക്ക് തന്നെ കനത്ത തിരിച്ചടിയായി മാറും. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ ഇറാൻ പലപ്പോഴും ഉന്നയിക്കുന്ന ഒരു വാദം കൂടുതൽ പ്രസക്തമാവുകയാണ്. ഇറാൻ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള രാജ്യങ്ങളുടെ അതിർത്തികളിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നില്ല. എന്നാൽ ഇസ്രായേലും അതിന്റെ പങ്കാളികളും ഇറാന്റെ ചുറ്റുമുള്ള മേഖലകളിൽ സാന്നിധ്യം ശക്തിപ്പെടുത്തുകയാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യമാണ് ഇറാൻ പ്രതിരോധ നയങ്ങൾ ശക്തമാക്കുവാനും മിസൈൽ പദ്ധതികൾ വികസിപ്പിക്കുവാനും പ്രാദേശിക സഖ്യങ്ങളെ ആശ്രയിക്കാനും പ്രേരിപ്പിച്ചതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ ഇസ്രായേൽ ഈ നടപടികളെ സുരക്ഷാ ആവശ്യകതയായി വിശേഷിപ്പിക്കുമ്പോൾ ഇറാൻ അതിനെ സ്ട്രാറ്റജിക് എൻസർക്കിൾമെന്റ് അഥവാ തന്ത്രപരമായിട്ടുള്ള വളയൽ എന്ന നിലയിലാണ് അവതരിപ്പിക്കുന്നത്. അസർബൈജാൻ മുതൽ ഈ സൊമാലിലാൻഡ് വരെയും UAE മുതൽ ഇറാഖ് വരെയും വ്യാപിക്കുന്ന ഈ ശൃംഖല മിഡിൽ ഈസ്റ്റിലെ ഭാവി രാഷ്ട്രീയത്തിന്റെയും സുരക്ഷാ സമവാക്യങ്ങളുടെയും നിർണായകമായിട്ടുള്ള ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഈ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത് ഇറാൻ ഇസ്രായേൽ സംഘർഷം ഇനി 2 രാജ്യങ്ങൾക്കിടയിലെ ഒരു തർക്കം മാത്രമല്ല എന്നതാണ്. മറിച്ച് മുഴുവൻ മിഡിൽ ഈസ്റ്റിനെയും കോക്കസ്റ്റ് മേഖലയെയും ചെങ്കടൽ മേഖലയും ഒക്കെ ബാധിക്കുന്ന ബഹുമുഖമായിട്ടുള്ള ഭൗമരാഷ്ട്രീയ പോരാട്ടമായിട്ട് അത് പരിണമിച്ചിരിക്കുന്നു എന്നതാണ്. എന്നാൽ ഈ കളിയിൽ ഏറ്റവും രസകരമായിട്ടുള്ള വശം മറ്റൊന്നാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് അന്താരാഷ്ട്ര വേദിയിൽ ഇസ്രായേൽ കൈക്കൊള്ളുന്ന പല യുദ്ധ തീരുമാനങ്ങളും ആഗോള തലത്തിലൊരു വലിയ തമാശയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ പിന്തുണയുടെ ഹുങ്കിൽ അതിബുദ്ധിമാനായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തണലിൽ ആഗോള ശക്തിയാകുവാൻ ഇറങ്ങി പുറപ്പെട്ട ബെഞ്ചമിൻ നെതന്യാഹുവിന് ട്രംപ് തന്നെ അവസാന നിമിഷം പഴി പറഞ്ഞതാണ് ലോകം കണ്ടത്. തീർച്ചയായിട്ടും അയൽ രാജ്യങ്ങളുടെ പരമാധികാരം വിലക്കെടുത്ത് ഇറാന്റെ മൂക്കിന് താഴെ ഇസ്രായേൽ തീർത്ത ഈ സുരക്ഷാ വലയങ്ങളെല്ലാം ഇറാന്റെ തദ്ദേശീയ മിസൈൽ കരുത്തിനും ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് മുന്നിൽ വെറും കളിമൺ കോട്ടകൾ പോലെ മാറുകയാണ്. നാലുപാടും ശത്രുക്കൾ വളഞ്ഞിട്ടും സ്വന്തം പരമാധികാരവും അഭിമാനവും ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കാത്ത ഇറാന്റെ രാഷ്ട്രീയ സൈനിക മേധാവിത്വത്തിന് മുന്നിൽ ഇസ്രായേലിന്റെ തന്ത്രങ്ങളെല്ലാം വെറും കോമാളിത്തരങ്ങളായി അവശേഷിക്കുകയാണ്. വരും ദിവസങ്ങളിലും ഇസ്രായേലിന്റെ ഇത്തരം അതിബുദ്ധികൾ അവർക്ക് തന്നെ കനത്ത തിരിച്ചടിയാകുമെന്നതിൽ തർക്കമില്ല. മിഡിൽ ഈസ്റ്റിലെ യഥാർത്ഥ അജയശക്തി ആരാണ് എന്ന് കൃത്യമായ കരുനീക്കങ്ങളിലൂടെ ഇറാൻ തെളിയിക്കുമ്പോൾ ഇസ്രായേലിന്റെ യുദ്ധക്കൊതികൾ ആഗോളതലത്തിൽ ഇനിയും വലിയ പരിഹാസ്യമായി തുടരുക തന്നെ ചെയ്യും. ഇവിടെയാണ് ഇസ്രായേലിന്റെ യുദ്ധക്കൊതിക്ക് എന്താണ് അവർക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ എന്ന് പറഞ്ഞാൽ, ബെഞ്ചമിൻ നെതന്യാഹുവിനെ പോലൊരു പ്രധാനമന്ത്രിയെ ഇസ്രായേലിന്റെ കരുത്തിനെ വളരെ കൃത്യമായി ഇറാൻ തകർക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ തർക്കമേ വേണ്ട. നെതന്യാഹുവിനെ വധിക്കുക എന്നുള്ളത് ഇപ്പോൾ ജീവിതവ്രതമാക്കി മാറ്റിയിരിക്കുന്നു ഇറാൻകാർ. കാരണം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ കൊലപ്പെടുത്തിയതിനുള്ള കൃത്യമായ തിരിച്ചടി ഇറാൻ നൽകുക തന്നെ ചെയ്യും. ഇവിടെ ഇപ്പോൾ ഇസ്രായേലിനെ വകവരുത്താൻ വേണ്ടിയിട്ട് അസർബൈജാനെ കൂട്ടുപിടിക്കുന്ന ഇസ്രായേൽ തന്നെ അവസാനം ആ അസർബൈജാനികൾ ഈ ഇസ്രായേലിനെ വകവരുത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും. തീതുപ്പുന്ന മിസൈലുകൾ അവരും വിക്ഷേപിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ നെതന്യാഹുവിന്റെ ജീവിതം അവസാനിക്കാൻ പോകുന്നു ഇറാന്റെ കൈകളിലൂടെ.